മത്തായിയെ വിരട്ടി ആടാന്റണിയുടെ സഹായി റംബുട്ടാൻ ഷൈജുവിനെ തിരികെ എടുക്കുവാൻ നീക്കം. പാതിരിക്കുപ്പായത്തിന്റെ മറവിൽ അനേകം തട്ടിപ്പുകളും ആഭാസതരങ്ങളും നടത്തുകയും ഭദ്രാസന മെത്രാപ്പോലീത്തയെ തന്നെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ഭദ്രാസനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ഒടുക്കം സ്ത്രീ വിഷയത്തിൽ കുടുങ്ങുകയും ചെയ്ത ഓർത്തഡോക്സ് സഭയുടെ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലെ മുൻ ഭദ്രാസന സെക്രട്ടറി കൂടിയായിരുന്ന ഷൈജു കുര്യൻ എന്ന തീവട്ടിപ്പാതിരിയെ സഭ രൂപീകരിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ ആഭാസൻ പാതിരിയെ ഇനി ഭദ്രാസനത്തിനും വേണ്ട, ഭദ്രാസനത്തിലെ ഒരൊറ്റ പള്ളികളിലും ഇനി കാലുകുത്തിക്കത്തില്ല എന്ന് റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലെ ഭദ്രാസന പ്രതിപക്ഷ യോഗവും തീരുമാനിച്ചിരുന്നു. എന്നാൽ പൗരോഹിത്യ വൃത്തിക്ക് തന്നെ കളങ്കമായ ഈ പാതിരിയെ ഫെബ്രുവരി 24 മുതൽ ആരംഭിക്കുവാനിരിക്കുന്ന സിനഡിൽ വാഴൂർ മത്തായിയെ വിരട്ടി തിരികെ എടുക്കുവാൻ ധാരണയായി എന്നാണ് വിവരം. അരമനമേരി എന്ന് ഇവർ ഓമനപ്പേരിട്ട് വിളിക്കുന്ന തമിഴത്തിയെ കൊണ്ടുവന്ന് റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിൽ കൊണ്ട് താമസിപ്പിക്കുകയും ഗ്രൂപ്പ് സെക്സ് നടത്തുകയും ഭദ്രാസന മെത്രാനായ നിക്കോദിമോസിനെ ട്രാപ്പിൽപ്പെടുത്തുകയും ഭദ്രാസന സെക്രട്ടറിയായ ഷൈജു കുര്യൻ തന്നെ വീട്ടിൽ കൊണ്ടുപോകുമായിരുന്നുവെന്നും ഗർഭചിത്രത്തിന് കൊണ്ടുപോയത് ഷൈജു കുര്യനാണെന്ന് അരമനമേരി വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആറ്റിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ച അരമനമേരിക്ക് ഇവർ ഒരു വീട് വെച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചാമിയാരുടെ പഴയ ചുമല കുപ്പായം വിരിച്ചിട്ടാണ് ഞങ്ങൾ ഉറങ്ങിയിരുന്നതെന്നും തമിഴത്തി വെളിപ്പെടുത്തിയിരുന്നു. ഇവനൊക്കെയാണ് ഹിസ് ഗ്രേസ് പൂച്ചാണ്ടികൾ, ഒട്ടതകളെ പോലും വെറുതെ വിടാത്ത ഹിസ് ഗ്രേസുകൾ. മക്കളുള്ള മെത്രാന്മാരുടെ വിവരങ്ങൾ പിന്നാലെ. ഗോവയിൽ നിന്നടക്കം സ്ത്രീകളെ താൻ അരമനയിൽ കൊണ്ടുവരുമായിരുന്നു എന്നും അതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തത് ഭദ്രാസന സെക്രട്ടറി കൂടിയായ ഷൈജു കുര്യനാണെന്നും പീഡനക്കേസിൽ പ്രതിയായതിനെ തുടർന്ന് ഹോളി ട്രിനിറ്റി ആശ്രമം വിട്ട ബിനു ജോർജ് പാതിരി വെളിപ്പെടുത്തിയിരുന്നു. അങ്ങനെ റാന്നി നിലയ്ക്കൽ മെത്രാനി രക്ഷപ്പെടുവാൻ കഴിയാത്തവണ്ണം ഷൈജു കുര്യൻ ട്രാപ്പിൽപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ സ്വത്തുവകകൾ ഇദ്ദേഹത്തിന്റെ കയ്യിലാക്കുകയും ചെയ്തു. മെത്രാൻ ഇപ്പോൾ ഷൈജുവിന്റെ വെറും അടിമയാണ്. വളരെ ദരിദ്ര കുടുംബത്തിലെ അംഗമായ ഷൈജു കുര്യൻ ഇന്ന് കോടീശ്വരനാണ്. സത്യസന്ധമായ അന്വേഷണം നടത്തിയാൽ ഷൈജുവിന്റെ സ്വത്ത് വിവരങ്ങളിലേക്കും ഇദ്ദേഹത്തിന്റെ ഇൻകം സോഴ്സുകളെ കുറിച്ചും അന്വേഷിച്ചാൽ ഇതെല്ലാം കണ്ടുപിടിക്കുവാൻ സാധിക്കും. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം ഈ ഷൈജു കുര്യൻ പാതിരിയായിരുന്നു കുപ്രസിദ്ധ ഗുണ്ടയും 2 പോലീസുകാരെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുമായ ആടാന്റണിയുടെ മോഷണ മുതലുകൾ വിറ്റുകൊടുത്തിരുന്നതും സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നത് എന്ന വെളിപ്പെടുത്തലാണ്. 2012 ജൂൺ 26 ആടാന്റണി മോഷണത്തിന് പുറപ്പെട്ടപ്പോൾ പോലീസ് പിടികൂടിയതിനെ തുടർന്ന് പോലീസുകാരനായ മണിയമ്പിള്ളയെയും ഗ്രേഡ് SI ജോയി കോശിയെയും കുത്തിയത്. കഴുത്തിൽ കുത്തുകൊണ്ട മണിയമ്പിള്ള തൽക്ഷണവും ജോയി കോശി ഏതാനും മാസങ്ങൾക്ക് ശേഷവും മരിച്ചിരുന്നു. ആടാന്റണിക്ക് സൂസി, ശ്രീകല എന്നിവരുൾപ്പെടെ നിരവധി ഭാര്യമാരുണ്ടെന്നിരിക്കെ ഓർത്തഡോക്സ് സഭയിലെ പഴയ രാജൻ, ഇപ്പോഴത്തെ ബെസ്കിപ്പാ റഹ്മാൻ, അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു യുവതിയെ ആടാന്റണിക്ക് പരിചയപ്പെടുത്തി കൊടുത്തതും കല്യാണം കഴിപ്പിച്ചു കൊടുത്തതും ഷൈജു ആന്റണിയാണെന്ന് ബെസ്കിപ്പാ റഹ്മാൻ ITV ന്യൂസിനോട് ഇന്ന് വെളിപ്പെടുത്തി. ഓർത്തഡോക്സ് സഭയുടെ ശാന്തിഭവൻ വൃദ്ധസദനത്തിന്റെ ചുമതലക്കാരനാണ് ഇപ്പോൾ ഈ റംബാന്റെ വെളിപ്പെടുത്തൽ കേൾക്കുക. ഏത് റംബാനെയാണ് വിളിക്കുന്നത്? ബെസ്കിപ്പാ റംബാച്ചനല്ലേ? അതെ. നമ്മുടെ പഴയ രാജനച്ചൻ. അതെ. ആടാന്റണി കെട്ടിയ പെണ്ണെന്ന് പറയുന്നത് നമ്മളുടെ എവിടെ, നമ്മുടെ സ്ഥാപനത്തിൽ നിന്നാണ്. എങ്ങനെയാണ് നമ്മള് ഷൈജു ആന്റണിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത്? എങ്ങനെയായിരുന്നു? ഈ കുട്ടിയെ പഴയ കാലത്ത് പരിമല ആശുപത്രിയിൽ വെച്ച് ഒരച്ഛൻ കണ്ടുമുട്ടിയിട്ട് ഇവിടെ നമ്മുടെ കൂടെ ജോലിക്ക് കുട്ടിയെ റെക്കമെൻഡ് ചെയ്തു ശാന്തി സമിതി. ആ കുട്ടി ഇവിടെ 3-4 മാസം ജോലി ചെയ്ത് കഴിഞ്ഞ് ഈ കുട്ടി ഒരു സുപ്രഭാതത്തിൽ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് ആ കുട്ടി പിന്നീട് നമ്മൾ അറിയുന്നത് ആ കുട്ടി ഇവിടെ വന്ന് ഷൈജു അച്ഛന്റെ കെട്ടിടം വാടകയ്ക്കെടുത്ത് കല്യാണം കഴിച്ച് താമസിക്കുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത്. ആർക്കും റെക്കമെൻഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ആ കുട്ടി ചെന്ന് പറഞ്ഞു രാജനച്ഛന്റെ സ്ഥാപനത്തിലെ സ്റ്റാഫാണെന്ന് പറഞ്ഞാണ് ചെന്നത്. ഞാൻ കുട്ടിയോട് ചോദിച്ചു, ഇത് ആര് പറഞ്ഞു നീ ഷൈജു? അത് പത്തനംതിട്ടയിലുള്ള ഏതോ ഓട്ടോക്കാർ പറഞ്ഞു പ്രക്കാനത്തുള്ള ഷൈജു അച്ഛന്റെ കെട്ടിടം വാടക കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നു. ഇവൻ ഇത് ആടാന്റണിയാണെന്ന് പുള്ളി മനസ്സിലാക്കി തന്നെയാണല്ലോ ഈ വീടൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നത്. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടുകാറില്ല. ഞാനൊരു സന്യാസി റംബാച്ചനാണ്. ഞാൻ ഇതുവരെ സന്യാസ ജീവിതം നയിക്കുന്ന ആളാണ്. ഞാൻ ആരെയും റെക്കമെൻഡ് ചെയ്യുകയോ മറ്റു കാര്യങ്ങളൊന്നും പറയില്ല. ഞാൻ പറഞ്ഞ സത്യസന്ധമായി ദൈവത്തെ വിളിച്ച് ദൈവത്തെ ഭയന്ന് ജീവിക്കുന്ന ഒരു റംബാച്ചനാണ്. മലങ്കര സഭയിൽ ആദ്യമായിട്ട് എൻ്റെ കരളാണ് മാറ്റിവെച്ചത്. 12 വർഷമായിട്ട് കരൾ മാറ്റി വെച്ചിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ.
ഞാൻ സഭയുടെ പൊളിറ്റിക്സിലും മറ്റുള്ള അച്ഛന്മാരുടെ കാര്യങ്ങളിലും ഒന്നും ഇടപെടുകയില്ല. ഈ ആടാന്റണിയുടെ കാര്യം പോലും പിന്നീട് മാത്രമാണ് ഞാൻ അറിയുന്നത്. ഇങ്ങനെ ഒരു ആടാന്റണിയാണ് ഈ കെട്ടിടം വന്ന് വാടകയ്ക്ക് എടുത്തതെന്നും ഈ കുട്ടി ഇവിടുന്ന് പോയ ശേഷം ഈ ആടാന്റണിയെ പുള്ളി കുപ്പായ ഒഴിപ്പിച്ച് പോലും കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം പുള്ളിയുടെ മോഷണം മുതൽ പല സാധനങ്ങളും പുള്ളി വിറ്റ് കൊടുത്തതായിട്ട് മേടിച്ചൊരു ഈടെ സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് ചോദിച്ചാൽ ഈ കുട്ടി ഇവിടുന്ന് കൊച്ചിന്റെ പേരെന്തായിരുന്നു ഒഫീഷ്യൽ അവിടെ അന്നത്തെ പേരെന്തായിരുന്നു? ഇവിടെ അതിനെ വിളിക്കുന്ന ഇവിടെ തന്നിക്കുന്ന പേര് ശരിക്കും ഓർക്കുന്നില്ല. ആക്ച്വലി ഓർക്കണം, പേര് പോലും ഞാൻ മറന്നു. മേരിന്നോ എന്താ അതിന്റെ ഒഫീഷ്യൽ പേര് പോലും ഞാൻ ഓർക്കുന്നില്ല ഇപ്പോഴ്. മേരി വേറെ, അത് വേറെ. മറ്റേ ഏഞ്ചൽ മേരി എന്നങ്ങാണ്ട് ഇവിടെ തന്ന പേരെന്ന്. ഈ മേരി എന്ന് പറയുന്നത് വേറൊരു മേരി ഉണ്ടായിരുന്നു, ഒരു അരമന മേരി എന്ന് പറഞ്ഞ് വേറെ തമിഴത്തി അവിടെ നിന്ന്, അത് വേറെ. അത് ഇവിടെ ഏതരമനയില്? അരമന നമ്മുടെ നിലയ്ക്കൽ അരമനയിൽ നിന്ന് മറ്റേ വലിയ വിഷയമൊക്കെ ഉണ്ടായി. സുനിലെ ഞാൻ നിലയ്ക്കൽ അരമനയിൽ ആ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ. ഞാനിപ്പോ പത്തനംതിട്ട അരമനയിലാണ്. അരമനയിലല്ല, പത്തനംതിട്ട ശാന്തി സദനത്തിലാണ്, മാക്കാങ്കുന്ന് പള്ളിയിടത്തുള്ള ശാന്തി സദനത്തിലാണ് കഴിഞ്ഞ 20 വർഷമായി ഞാൻ കഴിയുന്നത്. ആടാന്റണി ഒരു കള്ളനും ക്രിമിനലുമാണെന്ന് അറിഞ്ഞിരിക്കെ ഷൈജു കുര്യൻ പാതിരി ഇവരെ ഒരുമിപ്പിക്കുകയും അവർക്ക് താമസിക്കുവാൻ ഷൈജുവിൻ്റെ വീട് വാടകയ്ക്ക് നൽകുകയും ചെയ്തു. ആന്റണിയുടെ മോഷണം മുതൽ ഈ വീട്ടിലായിരുന്നു ഒളിപ്പിച്ചിരുന്നത്. അതുപോലെ വലിയ വിലപിടിപ്പുള്ള മോഷണ മുതലുകൾ ഷൈജു പാതിരിയായിരുന്നു വിറ്റുകൊടുത്തിരുന്നത് എന്നും ആ മുതലുകൾ വാങ്ങിയവർ ITV ന്യൂസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷങ്ങൾ എറിഞ്ഞാണ് ഈ കേസിൽ നിന്നും ഷൈജു രക്ഷപ്പെട്ടത്. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെ പേരിലും ഷൈജു പലരെയും പറ്റിച്ചിട്ടുണ്ട്. ഇടവക മാനേജിംഗ് കമ്മിറ്റി അറിയാതെ വ്യാജ മാമോദിസ വിവാഹമൊക്കെ ഇദ്ദേഹം നടത്തിയിരുന്നതായി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. അതുപോലെ ലാൽ കെ തോമസ് എന്ന വ്യാജ വൈദികനെ കുറുമ്പാൻമൊഴി മാർ ഗ്രിഗോറിയോസ് പള്ളിയിൽ നിയമിക്കുവാൻ ഒത്താശ ചെയ്തതും ഷൈജു കുര്യൻ ആയിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാനാണ് ഈ തീവട്ടിപ്പാതിരി BJPയിൽ ചേർന്നത്. അന്നത് വലിയ വാർത്തയായിരുന്നു. താൻ BJPയിൽ ചേർന്നതുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭ തന്നെ സസ്പെൻഡ് ചെയ്തതെന്ന് ഷൈജു കുര്യൻ BJP നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചു. സഭ ഇയാളെ സസ്പെൻഡ് ചെയ്തത് BJP പ്രവേശനത്തിന്റെ പേരിലായിരുന്നില്ല. ഇയാൾ നടത്തിയ തട്ടിപ്പുകളുടെയും അസന്മാർഗിക പ്രവൃത്തികളുടെയും പേരിലാണ് ഇദ്ദേഹത്തെ സഭ പുറത്താക്കിയിരുന്നത്. ഭർത്തൃമതിയായ ഒരു യുവതിയെ ലൈംഗിക താല്പര്യത്തോടെ സമീപിക്കുകയും അവരോട് അശ്ലീലം പറയുകയും ചെയ്തതോടെയാണ് ഷൈജു കുര്യന് റംബുട്ടാൻ പാതിരി എന്ന പേര് വീണത്. ഇത്തവണ ഷൈജു കുര്യനെ തിരികെ എടുത്തില്ലെങ്കിൽ ദേവലോകത്ത് ED കയറുന്നിറങ്ങും എന്ന് കാതോലിക്കയെ BJP സംസ്ഥാന നേതൃത്വത്തെ കൊണ്ട് പാതിരി വിരട്ടി എന്നാണ് ലഭ്യമായ വിവരം. റംബുട്ടാൻ ഷൈജുവിനൊപ്പം സസ്പെൻഷൻ ലഭിച്ച നിക്കോദിമോസ് മെത്രാനെ ഡാഷ്മോൻ എന്ന് വിളിച്ച മാത്യൂസ് വാഴക്കുന്നത്ത് വേളാങ്കണ്ണിയിൽ പോയി മറ്റൊരു സഭയുടെ കുർബാനയ്ക്ക് കൂടിയ വരിഞ്ഞുവിളപ്പാതിരിയെയും തിരികെ എടുക്കും എന്നാണ് വിവരം. നിക്കോദിമോസിനെ ഡാഷ്മോനെ എന്നല്ല, അതിലും കൂടിയത് വിളിക്കണമെന്നാണ് ഓർത്തഡോക്സ് വിശ്വാസികളുടെ പക്ഷം. അതുപോലെ വരിഞ്ഞവിളയെയും വാഴക്കുന്നത്തിനെയും തിരഞ്ഞെടുക്കുന്നതിൽ ആർക്കും പരാതിയുള്ളതായി അറിവില്ല. എന്നാൽ ആടാന്റണിയുടെ സഹായിയായ മെത്രാനെ അടക്കം ഹണി ട്രാപ്പിൽപ്പെടുത്തിയ ഭൂലോക ആഭാസനായ ഷൈജു കുര്യൻ എന്ന അധമനെ തിരികെ എടുക്കുവാൻ പാടില്ല എന്ന് കാണിച്ച് റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലെ വിശ്വാസി സമൂഹം ഒരു ഭീമൻ ഹർജി കാതോലിക്കായ്ക്ക് നൽകിയിട്ടുണ്ട്. വിശ്വാസികൾക്ക് വേണ്ടാത്ത ഈ അധമനെ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലെ വിശ്വാസികളുടെ തലയിൽ കെട്ടിവെക്കുവാൻ നോക്കിയാൽ എറണാകുളം അങ്കമാലി അടിരൂപതയിലെ പോലെയാവും എന്നതിൽ സംശയമില്ല. തിരുവനന്തപുരത്ത് ബാബാ പറമ്പിന്റെ പേരിൽ മത്തായി മൂന്നാമൻ നാണം കെട്ടതുപോലെ ഷൈജുവിന്റെ വിഷയത്തിലും നാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. കഞ്ഞിക്കുഴി പൈശാചിക കൂട്ടായ്മയിലെ ഈ റംബുട്ടാൻ ഷൈജുവിന്റെ ലീലാവിലാസങ്ങൾ വിശദമായി പിന്നാലെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.